ഇനി ഈ ഒരു നടപടി ഇന്ത്യയിലും ബാധകമാവോ? യൂറോപ്യൻ വിപണിയിൽ നിന്ന് ഐഫോൺ 14 ഉൾപ്പെടെയുള്ള 3 സ്മാർട്ട് ഫോണുകൾ പിൻവലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ടെക് ഭീമന്മാരായ ആപ്പിൾ. ഇതിനോടകം പല രാജ്യങ്ങളിലും ഐഫോൺ 14ന്റെ വിൽപ്പന നിരോധിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെയാണ് മറ്റ് രാജ്യങ്ങളിലും ഫോണിന് നിയന്ത്രണം വരുന്നത്. ഭാവിയിൽ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ ഐഫോണുകൾ അപ്രത്യക്ഷമായേക്കുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. ഐഫോൺ 14നൊപ്പം 14 പ്ലസ്, ഐഫോൺ SE സീരീസിലെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഫോണായ SE3 എന്നിവയുടെ വിൽപ്പനയും നിർത്തിവെച്ചേക്കാം. യൂറോപ്പിൽ ആപ്പിളിന്റെ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും ഈ ഡിവൈസുകൾ ഇതിനകം ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭാവിയിൽ ഈ പിൻവാങ്ങൽ യൂറോപ്പിന്റെ പുറത്തേക്കും വ്യാപിച്ചേക്കാം എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 2022 യൂറോപ്യൻ യൂണിയന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയന്ത്രണം. നിലവിൽ ഐഫോൺ 14, ഐഫോൺ 14 പ്ലസ്, ഐഫോൺ SE എന്നിവയ്ക്ക് USB 3 പോർട്ടുകൾ ഇല്ലാത്തതിനാൽ വിൽപ്പന നിർത്തിവെക്കുകയാണ് ആപ്പിളിന് മുന്നിലുള്ള ഏക വഴി. ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ബെൽജിയം, ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, അയർലാൻഡ്, നെതർലാൻഡ്, സ്വീഡൻ എന്നിവിടങ്ങളിലെ ഐഫോൺ 14 വിൽപ്പന ഇതിനകം നിർത്തിവെച്ചിട്ടുമുണ്ട്. രസകരമായ സംഭവം എന്തെന്നാൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത സ്വിറ്റ്സർലൻഡിലും ഈ 3 ഐഫോൺ മോഡലുകളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഐഫോൺ 17 എയറിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. ഈ മോഡലിന്റെ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല പ്രതീക്ഷയോടെയാണ് ഐഫോൺ ആരാധകർ കാത്തിരിക്കുന്നത്.